ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കൃഷിയോ പാചകമോ ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്, സ്വല്പം ചെടിയുടെ കൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം പുതുവത്സരമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വേണ്ട, എപ്പോഴും നമുക്കത് മാത്രം ചെയ്താൽ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് സ്വല്പം ഈ ഫ്ലവർ ഗാർഡനിങ് കൂടെ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ എബിനും മെറിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 3 പേരും കൂടാണ് ഈ ഫ്ലവർ ഗാർഡനിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിക്കോളും. അപ്പം നമുക്ക് തുടങ്ങാം. എബിനും മെറിനും കൂടാണ് ചെയ്യുന്നത് ഇത്. അപ്പം അവർക്കല്ലേ ഇനി മുന്നോട്ടൊക്കെ ഇതൊക്കെ വേണ്ടിയത്. അപ്പം അവർ തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ റോസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. 3 കളറുണ്ട്. റെഡ് ഇത്, വൈറ്റ് ഇത്, ഓറഞ്ച് ഇത്, എല്ലാം ബഡ് ചെയ്ത് വെച്ചേക്കുക. അത് യെല്ലോ എല്ലാം ബഡ് ചെയ്ത് വെച്ചേക്കുക. മെറിനാണ് ഇതിനോട് കൂടുതൽ താല്പര്യം. പപ്പയ്ക്കും മെറിനുമാണ് ഈ പൂക്കളോട് ഭയങ്കര താല്പര്യമാണ്. ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നല്ല കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാവട്ടെ എന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത്രയൊക്കെ ലേറ്റായത്. അപ്പോൾ ഇനി അത് ഇനി ഇപ്പോഴങ്ങ് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് തലച്ചെടിയുടെ അങ്ങ് തുടങ്ങാം അല്ലേ. ഇതാണ് ഇപ്പോൾ ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് പറയുന്നത്. ഇതൊരു സഫാരി എന്ന് പറയുന്ന കമ്പനിയുടെയാണിത്. അപ്പോൾ ഏത് കമ്പനിയുടെ ആണെങ്കിലും ഈ ജൈവവളം കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എല്ലാത്തിനും, പച്ചക്കറിക്കാണെങ്കിലും പൂക്കളിനും എല്ലാം നല്ലതാണിത്. ഞങ്ങളുടെ അടുത്ത് കിട്ടുന്ന സാധനമായതുകൊണ്ട് എല്ലായിടവും കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. എല്ലാം ഇത് വളക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. എല്ലാ വളക്കടയിലും കിട്ടുമെന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ അത് 3 ചട്ടിക്കുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു 2 ഇതിടാമേ. ഈ ആയുധമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇത്രയും ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കൊക്കോ പീറ്റും എടുത്തിട്ടുണ്ട്, സ്വല്പം മണലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം 3 ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൂച്ചട്ടിക്കകത്തും ഞാൻ സ്വല്പം കരിയില നിറച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രോ-ബാഗിനകത്തൊക്കെ നിറച്ചിട്ടില്ലേ, അതേപോലെ തന്നെ സ്വല്പം കരിയില അതിനകത്തും നിറച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത മണ്ണ് അതിനകത്തോട്ട് ആക്കാം. ഒരു 15 ഭാഗം നിറയ്ക്കാം. ഒരു ഇത്രയും ഭാഗം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അതിപ്പോൾ സ്വല്പ സ്ഥലം നമ്മൾ മുകളിലോട്ട് ഇട്ടേക്കണം. ഇത് വൈറ്റ് റോസ് ആണ്, ബഡ് ചെയ്തിട്ടാണ്. ബഡിങ് നമുക്കറിയാമല്ലോ, 2 ടൈപ്പ് ഓഫ് റോസസ് എടുത്തിട്ട് അതിന് ഒരുമിപ്പിക്കുന്നതാണ്. അപ്പം ഈ പോർഷനിലോട്ടൊന്നും മണ്ണ് വീഴാൻ പാടില്ല. നമ്മൾ നടുമ്പോൾ മണ്ണ് ആ പോർഷനിലോട്ട് വീണാൽ അതിലേക്ക് വെയിൽ വന്നാൽ പിന്നെ നമ്മുടെ ബഡിങ്ങിൻ്റെ എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നടുമ്പം ഈ ഇങ്ങോട്ടൊന്നും മണ്ണ് പോകാതെ ശ്രദ്ധിക്കണം. ഈ കവർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മണ്ണ് സ്വല്പമൊക്കെ നമുക്കങ്ങ് മാറ്റിക്കളയാം. ഇപ്പോൾ എല്ലാ മണ്ണും നമുക്ക് എടുക്കണമെന്നില്ല, സ്വല്പം നമുക്കങ്ങ് മാറ്റാം. വേര് താഴെ വരെ വന്നിട്ടില്ല. കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതിനകത്തോട്ടങ്ങ് ഇറക്കാം. ഈ മണ്ണ് സ്വല്പം ഒന്ന് കുഴിച്ചുകൊണ്ട് നമുക്ക് ഈ ചെടി അതിനകത്തോട്ടങ്ങ് ഇറക്കാം. അപ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഉറപ്പിച്ചു കൊടുക്കണേ. കാരണം കാറ്റത്തൊന്നും പോകാതെ വേരൊക്കെ നല്ലതുപോലെ താഴോട്ടൊക്കെ പോകണമല്ലോ. ഓക്കെ, അങ്ങനെ ഒരു ചെടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ അടുത്ത ചട്ടിയിൽ മഞ്ഞ നടാം. ഇനി ഒരെണ്ണം എന്തായാലും ഏവി നടട്ടെ. 3 പേർക്ക് നടാം. 3 റോസ് ഉണ്ട്, 3 പേർ കൂടെ നടാം. എന്തായാലും മെറിന്റെ ഇത് കഴിഞ്ഞു. ഇനി ഞാൻ നടാം. ഏതായിരുന്നു കത്തി? അപ്പോൾ ആദ്യം ഇത് മുറിക്കുക, അതിൻ്റെ പ്ലാസ്റ്റിക് കവറ്. ഓക്കെ, എന്നിട്ട് കീറി
കുറേ വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതേതാ മഞ്ഞയല്ലേ? എൻ്റെ വക ഒരു മഞ്ഞ ഇരിക്കട്ടെ. കുറച്ച് മണ്ണാണ് മാറ്റിയത്. ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റണമെന്നാണ് മമ്മി പറയുന്നത്. അപ്പോൾ വേരൊന്നും പോകാത്ത രീതി വേണം മാറ്റാൻ. അതിനകത്ത് വേരുണ്ട് കേട്ടോ. കുറേ ഒന്നും കളയുന്നില്ല, ആവശ്യത്തിന് കളഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മണ്ണ് പൊടിച്ചു. താഴോട്ട് ഇതിൻ്റെ മണ്ണല്ല, സ്വല്പം കൂടെ താഴോട്ട് പോട്ടെ. നമ്മൾ വാങ്ങിച്ച ചെടിയിൽ ഇരിക്കുന്ന മണ്ണ് സ്വല്പം കൂടെ താഴോട്ട് നിരത്തിയിട്ട് ഇനി അങ്ങോട്ട് മണ്ണിട്ട് കൊടുക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. മമ്മിക്ക് ബാക്കി വെജിറ്റബിൾ കൃഷിയിൽ വന്ന് കിളച്ചു കൊടുക്കാറുണ്ട്, ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അല്ല ഇങ്ങനെ ചെടിച്ചട്ടിയിലൊന്നും നട്ടിട്ടില്ല ഞാൻ. അത് ഉറപ്പിക്കും. ആൺകൊച്ചുങ്ങളായാലും പെൺകൊച്ചുങ്ങളായാലും എല്ലാ ജോലികളും അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. എന്താ കുഴപ്പമൊന്നുമില്ല. ഇനി ഞങ്ങളെ രണ്ടുപേരും കഷ്ടപ്പെടുത്തി ഇനി മമ്മിയെ കൊണ്ട് നടിയിപ്പിക്കാം. ഇപ്പം എന്തായാലും ഇനി ഞാനും കൂടെ ഒരെണ്ണം നടാം. ഇത് ചോമ്പ്, മമ്മിയായിരുന്നു ചുമപ്പ്. എന്തായാലും മക്കളുമാർ രണ്ടുപേരും നട്ടു, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു. ഇനി ഞാൻ തന്നെ ഒരെണ്ണം നട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ ആര് നട്ടതാ കളിച്ച് മിക്കവാറും ഇത് മാത്രമേ കളിക്കത്തുള്ളൂ. അങ്ങനൊന്നുമില്ല കേട്ടോ. നല്ലത് നമ്മൾ ഉടുപ്പ് ഊരുന്ന മാതിരി അങ്ങോട്ട് ഊരിയിട്ട് അതിനെനിക്ക് എടുക്കാം. അടിയിൽ നിന്നൊക്കെ വേരില്ലാത്ത ഭാഗം നമുക്ക് സ്വല്പം മണ്ണൊക്കെ നമുക്ക് പൊടിച്ച് മാറ്റാം. നമ്മൾ ചെടിച്ചട്ടിയിൽ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിനെ അങ്ങോട്ട് വെക്കുക. ഈ മേലത്തെ മണ്ണ് സ്വല്പമൊക്കെ ഒന്ന് പൊടിച്ച് അതിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് ഇതറി ഇങ്ങനെ വെക്കുക. വേറൊന്നും പോകാത്ത രീതി വേണേ. നല്ലതുപോലെ ഉറപ്പിച്ച് വെക്കുക. പുതുവർഷമായിട്ട് 3 റോസ് ഇരിക്കട്ടെ. 3 പേരുടെ 3 റോസ് ഇരിക്കട്ടെ. മൂന്നിനും പേരും ഇടാം കേട്ടോ. ഞങ്ങൾ 3 പേരുടെ 3 റോസാണ്. ഇനി എന്തായാലും വലിയ അറിയാം എന്തൊക്കെ കിളിച്ചു വരുമെന്ന്. മിക്കവാറും ഈ ചുമപ്പ് മാത്രമേ കിളിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വെച്ചതായിരിക്കും. നോക്കാം, നമുക്ക് വഴിയെ കാണാം. റോസ് നട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എന്താ വളമിടണ്ടേ, എങ്ങനെയാണ് ഇതിൻ്റെ ശുശ്രൂഷയില് കെയർ എങ്ങനെയാ ചെയ്യണ്ടേ എന്നുള്ളത് മമ്മി പറഞ്ഞു തരും. അപ്പം നമ്മൾ കിച്ചണിൽ വേസ്റ്റാക്കി കളയുന്ന തേയിലച്ചണ്ടിയൊക്കെ ഉണ്ടല്ലോ, തേയിലക്കൊന്തെന്ന് പറയുന്നത്, അതൊന്ന് കഴുകിയിട്ട് ഉണക്കി പൊടിച്ച് ഇതിനകത്ത് ചേർക്കാമെങ്കിൽ ഏറ്റവും നല്ലതുപോലെ റോസൊക്കെ കിളിച്ച് വരും. ഈ വീട്ടിൽ ഒരു സാധനം വേസ്റ്റ് ആവത്തില്ല. വേസ്റ്റ് ആവാൻ മമ്മി സമ്മതിക്കും. ഉണക്കി പൊടിച്ചിടുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾ ആ മധുരത്തോടൊന്നും കൊണ്ടൊന്ന് ഇതിന് ഇട്ട് കളയരുത്. പിന്നെ അതുപോലെ മുട്ടത്തോട്, ഉള്ളിയുടെ തൊലിയ, വെളുത്തുള്ളിയുടെ തൊലിയ ഒക്കെ ഇതിനിട്ടാൽ ഏറ്റവും നല്ല വളമാണ്. പിന്നെ നമ്മൾ എന്താ മീൻ കഴുകുന്ന വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ട് ഒഴിക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചാണകം കൊണ്ടൊന്ന് ഇടാം, കോഴിവളം ഉണക്കി പൊടിച്ചത് അതൊക്കെ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എന്ത് വളം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാം. എന്തായാലും നട്ട് കഴിഞ്ഞില്ലേ, കുറച്ച് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇതിന് ഇച്ചിരി വിഷമാവൂലേ. ആദ്യത്തെ വെള്ളം കൊടുക്കുക ഇവൻ തന്നെ ആയിക്കോട്ടെ. തിരിച്ചു കുടിക്കും. ഒരുപാട് വെള്ളമൊന്നും എടുത്തൊഴിച്ച് കളയരുത്. ചിലരാണെങ്കിൽ ചട്ടിയിൽ അങ്ങനെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിക്കുക, അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബഡ് ചെയ്ത ഭാഗത്ത് മണ്ണ് തെറിക്കാതെ പ്രത്യേകം നോക്കണം കേട്ടോ. മണ്ണിനടിക്കോട്ട് ഈ ഭാഗം പോകാൻ പാടില്ലെന്നാണ് ഈ പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ. ഇനി പുറകാലെ ഉള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ റോസൊക്കെ നട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ നാണ്ട് അതിൽ നിന്ന് മുട്ടൊക്കെ വിരിഞ്ഞു വന്നു തുടങ്ങി. മഞ്ഞയ്ക്കകത്ത് ഒരു ചുമന്ന ഷെയ്ഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് നല്ല ഡാർക്ക് പിങ്ക് റോസാണ്, നല്ലോണം വിരിഞ്ഞു വരുന്നുണ്ട്. അത് യെല്ലോ കളർ റോസാണത്. പിന്നെ ഞങ്ങളൊരു 5-6 കളറ് കൂടെ വാങ്ങിയിട്ടുണ്ട്. അച്ഛനൊക്കെ ലീവിന് വന്നപ്പോഴും അച്ഛൻ ഇത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഇതും വേറെ ഒരു വെറൈറ്റി റോസാണിത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇപ്പോൾ റോസ് നട്ടേക്കുന്നത് കണ്ടപ്പം അച്ഛൻ ലീവിന് വന്നപ്പം അച്ഛനും ഒട്ടും കുറഞ്ഞില്ല. അച്ഛനും പോയിട്ട് 5-6 ടൈപ്പ് റോസ് അങ്ങ് വാങ്ങിച്ച് ചട്ടിക്കകത്താക്കി അങ്ങനെ ഞങ്ങളിവിടെ വെച്ചിരിക്കുകയാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടിയൊക്കെ നടാനായിട്ട്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്നും കുറേ ചെടികളുടെ വിത്തൊക്കെ കൊണ്ടുവന്നു, എല്ലാം പാകി വെച്ചിട്ടുണ്ട്.
ഇനി ഇത് മാത്രമല്ല, ഇതുപോലെ വേറെയും കുറച്ച് പൂവുകൾ നടണമെന്നുണ്ട് ഞങ്ങൾക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ഞങ്ങൾ നട്ടിട്ടുള്ളായിരുന്നു ഇത്രയും നാളായിട്ട്, അല്ലേ? ഇല്ല, ഓണത്തിനിടയ്ക്ക് നമുക്ക് നല്ല ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു, പിന്നെ ബോൾസും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഓരോ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കും ഇച്ചിരി ഒന്ന് വിപുലീകരിക്കാന്ന്. നിൽക്കുന്ന കുറച്ച് ചെടി വേണമല്ലോ. അപ്പൊ മറ്റേ ബോൾസിയും മറ്റേ ചെണ്ടുമല്ലിയൊക്കെ സീസണല്ല, അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് ഇതായിപ്പോ. അപ്പൊ ഈ റോസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർഷങ്ങളോളം നിൽക്കുമെന്നാണ് എന്റെ ഒരു ഇത്, അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അതേപോലെയുള്ള കുറച്ച് ചെടികൾ ഇനി നട്ട് കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാം നമുക്കറിയാം. ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നത് മാത്രം. ഉണ്ടല്ലോ സഹായിക്കാൻ. ഇവനും വരുന്നുണ്ടായിട്ട് കുഴപ്പമില്ല, നോക്കാം, ഒരേ നോക്കാം. പിന്നെ ആന്തൂറിൽ നടന്നുണ്ട്, ഓർക്കിഡുണ്ട്, അതൊക്കെ നമുക്ക് ഒരേ നോക്കാന്നേ. എന്നെ ഓട്ടിക്കാനുള്ള എല്ലാ പ്ലാനും നേരത്തെ മമ്മി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് അവധി കിട്ടിയോണ്ട് പെട്ടെന്ന് വരാൻ പറ്റി. അതായത് കുറച്ച് ഡിലേ വന്ന ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് നല്ല കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോ അമ്മേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വേറെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് വേറെ ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. മമ്മി, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. പിന്നെ ആ ബെൽ ഐക്കൺ നിങ്ങൾ ഇതുവരെ ഞെക്കിയിട്ടില്ലെങ്കിൽ ഞെക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്, മമ്മി കാണുന്നില്ല എന്ന് കുറെ പേര് പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ട് എന്ത് പറ്റി മിനി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ ആ ബെല്ലൈക്കൺ ഞെക്കാത്തതുകൊണ്ടാണ്. ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഓൾ ഞെക്കി കഴിഞ്ഞാൽ മമ്മിയുടെ എല്ലാ വീഡിയോസും ചെക്കാന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും വരണം. എല്ലാവരും ഗുഡ് ബൈ.